ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ആട് 3 ഇറങ്ങാൻ ഇനി 2 ദിനങ്ങൾ മാത്രമാണ്. യുദ്ധമല്ല എന്ത് വന്നാലും ആട് ഇറങ്ങുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇക്കുറി ആടിനെ സ്ക്രീനിൽ കാണാത്തതാണ് ഏറ്റവും പ്രശ്നമെങ്കിൽ നമുക്ക് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം നമുക്ക് അടിച്ചു തൂക്കാം ആട് 3യിലൂടെ. കേരളത്തിൽ നിന്ന് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം ഇന്നലെ വരെയാണ് നമുക്ക് ഫൈനൽ കളക്ഷൻ വന്നത്. ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ വരും അടുത്ത അപ്ഡേറ്റ് എന്നറിയാം. എന്നിരുന്നാലും പറയാം, കേരളത്തിൽ നിന്ന് 1,90,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്ന് രാവിലെ വരെയുള്ള കണക്കുകൾ വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 2,96,00,000 രൂപയോളം എത്തി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 2.5 കോടിയും കടന്ന് സിനിമ 3 കോടി, ആട് 3 3 കോടി മാർക്കിലേക്ക് എത്താൻ പോകുന്നു. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് 3 കോടി കടന്നിട്ടുണ്ടാവാം. എന്തായാലും ഫുൾ ഫ്ലെഡ്ജ് ബുക്കിംഗ് കാര്യങ്ങളൊന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇതുവരെ ഓപ്പണൊന്നും ആയിട്ടില്ല. എന്നിട്ട് പോലും സിനിമയ്ക്ക് അങ്ങനെ പോവുകയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആദ്യ ദിനം 5 കോടി, അതായത് 3-നും 5-നും ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഈ ഒരു സിനിമയ്ക്ക് കളക്ഷനൂടെ വരാൻ പോകുന്നത്. എന്തായാലും അതിനുശേഷം ആളിക്കത്തിക്കോളും എന്നറിയാം. ഇവിടെ വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. യുദ്ധം നടക്കുന്നു. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും അവിടെയും ബുക്കിംഗ് ഇന്ന് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. UAE ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏകദേശം രാവിലെ വന്നൊരു അപ്ഡേറ്റ് തന്നെയാണ്. 350-ന് മുകളിലുള്ള ടിക്കറ്റുകൾ രാവിലെ തന്നെ വിറ്റുപോയി. അതായത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പൊക്കോളും എന്നുള്ളത് തന്നെയാണ്. എന്താണേലും യുദ്ധം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പല സിനിമകളും മാറ്റിവെക്കുന്ന സമയത്ത് ആട് ഒരു ഭീകരനായി തന്നെ ഇറങ്ങി വരിക തന്നെയാണ്. ഇവിടെ ഇനി എടുത്ത് പറയാനുള്ളത് ഇന്ന് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വന്നിരിക്കുന്ന ആ ഒരു സീൻ 1 തന്നെയാണ്. എന്താണേലും അതെങ്ങനെ ഇന്നലത്തെ സംഭവം എന്നുള്ളതാണ്. അത് ഗംഭീരമെന്നാണ് എൻ്റെ അഭിപ്രായം. എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അതായത് നമുക്കറിയാം അറക്കലാബു ഒരു ഭീകരൻ തന്നെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 വേർഷനിലും കണ്ടതാണ്. അപ്പോൾ ഈ 3ാമത്തെ വെർഷനിൽ വരുമ്പോൾ ഒരു കൊടൂര ഭീകരനായി തന്നെ അറക്കലാബുവിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ, 2 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അറക്കൽ അബുവിൻ്റെ ആ ഒരു സീൻ എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. മികച്ചതായിട്ട് തന്നെ എനിക്ക് തോന്നി. എക്സ്പെക്റ്റേഷൻ ഉള്ള ആ റേഞ്ചിൽ തന്നെ പോകുന്നു. ഇത് നമുക്കറിയാം, പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. എല്ലായിടത്തും തകർക്കും. എൻ്റെ ഫേവറേറ്റ് അതിൽ വിനായകൻ തന്നെയാണ്. വിനായകൻ്റെ ആ ഒരു വരവ് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഡ്യൂഡിനെ നമുക്ക് വിടാൻ പറ്റില്ല. ഞാനൊരു ഡ്യൂഡ് ആരാധകനാണ്. അത് കഴിഞ്ഞാൽ അറക്കലാബു, അതിനുശേഷം നമ്മുടെ ഷാജി പാപ്പൻ, പിന്നെ സർബത്ത്, ഇവരുടെയൊക്കെ നമ്മൾ ആ ലെവലിലാണ് ഫാൻസ് വന്നത്. അപ്പം നിങ്ങളുടെ ആദ്യ പ്രയോറിറ്റി ആരാണ് എന്ന് കമൻസിലൂടെ പറയാം. ആദ്യ ദിനം എത്ര കോടി നേടുമെന്നുള്ളതും നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം.